നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി, 1200 ആണ്ട് കർക്കിടക മാസം 20-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം. ഇപ്പോൾ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ ശുഭദിനമല്ല, തൃക്കേട്ട ശുഭനക്ഷത്രവുമല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ അത്ര കണ്ട് ശോഭനമല്ല. പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്കിടവരുന്ന സമയമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ചൊവ്വയെന്ന് പറയുമ്പോൾ ശത്രു ഇത് ഉണ്ടാക്കും. നമ്മൾ പോകുന്ന സമയത്തൊക്കെ പലതരത്തിൽ അതൃപ്തികൾ വന്നു ചേരും. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരുടെ ആയാലും കീഴുദ്യോഗസ്ഥരുടെ ആയാലും ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചായിരിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ സോൾവ് ചെയ്ത് പോകാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് വഷളാകാൻ ഇടവരും. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളെ അത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. മറ്റൊന്ന്, കർക്കിടക മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറച്ച് ഭാഗ്യക്കുറവുണ്ടാവും, അതിന് സംശയം വേണ്ട. സാമ്പത്തിക നഷ്ടം, കേസ് വഴക്കുകൾ, ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, രോഗാതി ദുരിതങ്ങളാൽ പ്രശ്നങ്ങൾ വന്നു ചേരാം, കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടു പോവാം, പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നഷ്ടം വരാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് അതിജീവിച്ച് പോയേ തീരുള്ളൂ. ഒരു വർഷത്തെ ഫലത്തെയാണ്, ഒരു ദിവസമാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, ചൊവ്വയുടെ ദേവത മുരുകനാണ്, സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതേപോലെ തന്നെ ശരിക്ക് ഒരു മുരുക യന്ത്രം, ഈ അപകടങ്ങളോ അസുഖമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടണം, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി വേണം പോവാൻ. രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ശരിക്ക് 3 മണി മുതൽ 4:30 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 3:37 ആരംഭിക്കുകയുള്ളൂ. 5:10 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും കൊള്ളാത്ത സമയമാണ് ഗുളികകാലവും യമകണ്ഠ കാല സമയവും. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 12:30 തൊട്ട് 2:04 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:24 തൊട്ട് 10:57 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്കിന്ന് കൊള്ളാത്ത ദിവസമാണെന്ന് പറഞ്ഞു, എങ്കിലും ചില കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12:06 തൊട്ട് 12:54 വരെ. 48 മിനിറ്റ് നേരം ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല, എങ്കിലും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി പോവുക. ആർക്കും ഒരു ദോഷവും ഒരു കഷ്ടതയും വരാതിരിക്കാനായി ശരിക്ക് പ്രപഞ്ചമാതാവിനോട് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.